ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ കുറേ നാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വർക്ക് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് മടി കൊണ്ടും നമ്മൾ ഈ ചാനലിലേക്ക് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് കണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ UK വലിയ ചിലവിലാണ്ട് വരാവുന്ന എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം ഇന്ത്യയും UKയും തമ്മിൽ ഒരു ട്രേഡ് കരാറിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു വർഷം 3000 വിസ ഇന്ത്യൻ യങ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുണ്ട്, നിങ്ങളിൽ കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 2024 യങ് പ്രൊഫഷണൽ സ്കീം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതിൽ വലിയ ക്രൈറ്റീരിയയും കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. നിങ്ങൾ 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവരാണോ, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടോ, എങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിസക്ക് അപ്ലൈ ചെയ്യാം. ഈ വിസ അപ്ലൈ ചെയ്യണ എല്ലാവർക്കും കിട്ടണം എന്നല്ല. നമ്മുടെ നാട്ടിൽ ലോട്ടറി എടുക്കാറില്ലേ, ലോട്ടറി എടുക്കുന്ന പോലെ തന്നെയാണിത്. ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ്. അവരൊരു ടൈം പറയും. ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 20 ഇന്ത്യൻ സമയം 2:30 മുതൽ ഫെബ്രുവരി 22 ഇന്ത്യൻ സമയം 2:30 വരെയാണ് ഈ ടൈം പീരീഡ്. ഈ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ഈ ബാലറ്റിൽ എൻട്രി ചെയ്യണം. ഈ ബാലറ്റിൽ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഇതിനൊരു റെസ്പോൺസ് വരും, നിങ്ങൾ ഇതിനകത്ത് സെലക്ട് ആയോ ഇല്ലയോ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലുള്ള മൊത്തം പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3000 വിസക്ക് അടുത്തേ ഇതിനകത്ത് കൊടുക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കായിരിക്കണം. ഈ ബാലറ്റിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ID, പാസ്പോർട്ടിൻ്റെ സ്കാൻഡ് കോപ്പി, ഈ ഇത്തരം കാര്യങ്ങൾ മാത്രം എൻട്രി ചെയ്താണ് നമ്മൾ ബാലറ്റിലേക്ക് എൻ്റർ ആകുന്നത്. ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 2 ആഴ്ചക്കുള്ളിൽ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു മെയിൽ കിട്ടും. സക്സസ്ഫുള്ളായ അടിച്ചു മോനെ എന്നുള്ളൊരു ഇതിനകത്ത് നമുക്കിരിക്കാം. നമ്മുടെ ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ വിസയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വിസയിൽ നമുക്ക് 2 വർഷം UK ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ ജോലികൾ മാത്രം ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. എന്നാലും മോസ്റ്റ് ഓഫ് എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. പക്ഷെ ഒരു കാര്യം, നമുക്ക് ഡിപ്പെൻഡൻറ്റിനെ ഈ വിസയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന് നമുക്ക് നല്ലൊരു ജോലി ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നല്ലൊരു ജോലി കണ്ടുപിടിച്ചിട്ട് ഇവിടുത്തെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുവാണെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ അല്ലാത്ത ഏത് ജോലി നിങ്ങൾക്ക് കിട്ടിയാലും അതിൻ്റെ സാലറി ക്രൈറ്റീരിയയും കൂടി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലീനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഹെൽത്ത് കെയർ നോക്കിയിരുന്നവർക്ക് പോലും ഈ ഒരു വിസ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചിലവുകൾ, നിങ്ങൾ ഇതിനകത്ത് സെലക്ട് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് വിസ ഫയൽ ചെയ്യാനുള്ള ചിലവാണ്. അത് ഏകദേശം ഒരു 298 പൗണ്ടാണ് നമുക്ക് ഇതിൻ്റെ ചിലവായിട്ട് വരുന്നത്. പിന്നെ ഹെൽത്ത് ഇമിഗ്രേഷൻ സർചാർജ് അടക്കണം, IHS ഫീസ്. അത് ഏകദേശം ഒരു 1558 പൗണ്ട് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ സഫീഷ്യൻ്റ് ആയിട്ട് ഫണ്ട് കാണിക്കണം. അതൊരു 2.5 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്കും ഇടയ്ക്കാണ്. അത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇതും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയിൽ താഴെ തന്നെ നമുക്ക് UK വരാൻ വേണ്ടി പറ്റും. ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും വേറെയാണ്. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം എന്നാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതല്ലേ ഏറ്റവും വലിയ സന്തോഷം. നമുക്കെന്തായാലും ഇപ്പോൾ കേരള വിസയുടെ കാര്യങ്ങളൊക്കെ കുറേ ഞെരുക്കത്തിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വിസകൾ വരുമ്പോൾ നമ്മൾ വിട്ട് കളയായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും 18 വയസ്സിനും 30 ഇടയ്ക്കുള്ളതായിരിക്കും. പിന്നെ അതിൽ കൂടുതൽ ഏജ് ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പരിചയക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ആർക്കെങ്കിലും ഉപകാരമാവട്ടെ തന്നെ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ 2 ദിവസം എന്തായാലും ഇതിനകത്തൊക്കെ റിപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കും. കാരണം നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വരും അപ്ഡേറ്റ് പിന്നെ കാണാം. ആരും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വേഗം കയറി അങ്ങോട്ട് അപ്ലൈ ചെയ്തോളൂ. എനിക്കും അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ശരി എന്നാൽ ബൈ.